നമസ്കാരം. ഇറാൻ ഒടുവിൽ പറഞ്ഞത്, ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, ഞങ്ങൾ GCC രാജ്യങ്ങളെ ആക്രമിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല, അവർ ഞങ്ങളുടെ സഹോദരന്മാരാണ്, UAE-യിലും സൗദി അറേബ്യയിലുമൊക്കെ ബോംബ് വീണത് നിവൃത്തികേടുകൊണ്ടാണ്, ഞങ്ങളിനി ഇത് ചെയ്യില്ല എന്നായിരുന്നു. പക്ഷെ അത് വെറും പാഴ്വാക്കായി മാറി. ഇറാൻ എന്ന രാജ്യത്തിന് അമേരിക്കയോടോ ഇസ്രായേലിനോടോ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും ഇസ്രായേലിലേക്ക് തുരുതുര ബോംബ് വർഷിച്ചാലും അത് ഏക്കില്ലെന്നും മനസ്സിലായപ്പോൾ അവരുടെ മുമ്പിലുള്ള വഴി സൗദി അറേബ്യയെയും UAE-യെയും ബഹ്റിനെയും കുവൈറ്റിനെയും എന്തിനേറെ ഖത്തറിനെയും പോലും ആക്രമിക്കുകയായിരുന്നു. അവർക്കത് നിർത്താൻ കഴിയുമായിരുന്നില്ല. ഇതാ യുദ്ധം രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോഴും ഇറാൻ നിർത്താതെ ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അധികം ഇറാന്റെ ആക്രമണത്തിന് ഇരയാകുന്നത് UAE ആണ്, ദുബായും അബുദാബിയുമാണ് എന്നതാണ് ഖേദകരം. ദുബായ്ക്കും അബുദാബിക്കും നേരെ ഇറാന്റെ മിസൈൽ വർഷം, ഡ്രോൺ വർഷം തുടരുകയാണ്. ഇന്നലെ ഞായറാഴ്ച ദിവസവും വിശ്രമമില്ലാതെ ഇറാൻ മിസൈലുകളും ഡ്രോണുകളും UAE-ക്ക് നേരെ ഒഴുകിയെത്തി. സൗദി അറേബ്യക്ക് നേരെയും ആക്രമണമുണ്ടായി. ഇന്നലെ ഒരു ദിവസം UAE-ക്ക് നേരെ ഏതാണ്ട് 1500 ഡ്രോണുകൾ ഇറാൻ പായിച്ചു എന്നറിയുമ്പോൾ മാത്രമേ ഇതിൻ്റെ ആഘാതം നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. ഇതിനോടകം 238 ബാലിസ്റ്റിക് മിസൈലുകൾ UAE-ക്ക് നേരെ ഇറാൻ പ്രയോഗിച്ചിട്ടുണ്ടെന്ന് UAE ഇന്നലെ വെളിപ്പെടുത്തുകയാണ്. ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് ചെറിയ കളിയല്ല, ഡ്രോൺ അയക്കുന്നത് പോലെയല്ല. ബാലിസ്റ്റിക് മിസൈലുകൾ അത് വലിയ ചെലവേറിയ ഏർപ്പാടാണ്. മാത്രമല്ല 238 ബാലിസ്റ്റിക് മിസൈലൊക്കെ UAE പോലൊരു രാജ്യത്തിന് നേരെ അയക്കണമെങ്കിൽ അത് അബദ്ധമല്ല, ബോധപൂർവമാണ്. UAE-യെ നശിപ്പിക്കുക, അബുദാബിയെയും ദുബായിയെയും അവർ വഹിച്ചുകൊണ്ടിരിക്കുന്ന കിരീടത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നതാണ്. അടിസ്ഥാനപരമായി ഇറാന്റെ ലക്ഷ്യം ഇസ്രായേലിനെതിരെയോ അമേരിക്കക്കെതിരെയോ അല്ല, സുന്നി മുസ്ലിമിനെതിരെയാണ് എന്നുള്ള പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ UAE-ക്ക് നേരെയുള്ള ഈ ആക്രമണം വഴി ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിക്കാൻ UAE-ക്ക് കഴിയുന്നുണ്ട്. അമേരിക്കയും ഇസ്രായേലും ഒരുക്കി കൊടുത്തിരിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതിനെയെല്ലാം തച്ചുടച്ചു. ഓരോ ദിവസം ചെല്ലും തോറും ഇറാൻ നടത്തുന്ന ആക്രമണത്തിൻ്റെ ശക്തി കൂടി വരികയും UAE-ക്ക് നേരെയും സൗദിക്ക് നേരെയും കുവൈറ്റിന് നേരെയും ബഹ്റിന് നേരെയും ഒക്കെ അവർ നടത്തുന്ന ആക്രമണങ്ങളുടെ എണ്ണം പെരുകുകയും ചെയ്യുന്നു. ഇത് കുറയുന്നില്ല. വലിയ യുദ്ധാന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്നു. ഇതിൽ പലതും ഈ രാജ്യങ്ങളിൽ വന്ന് പതിക്കുന്നുണ്ട്. കുവൈറ്റിൽ ഇന്നലെയും ഒരു വലിയ ടവറിൻ്റെ പുറത്തേക്ക് മിസൈൽ വീണ് തീപിടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. UAE-ക്ക് നേരെ പല ആക്രമണങ്ങളുണ്ടായി. എന്ന് മാത്രമല്ല, ഇസ്രായേലിന് നേരെ നിർത്താതെ മിസൈൽ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ ഇത്രയേറെ ആയുധ ശേഖരം ഉണ്ടോ എന്ന് പലരും ആശങ്കപ്പെട്ടു പോകുന്ന, സംശയിച്ചു പോകുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ടാവുന്നു. ടെൽ-അവീവ് നഗരത്തിൽ വീണ മിസൈലുകളിൽ 6 പേർക്ക് ഇന്നലെയും പരിക്കേറ്റു. അതിശക്തമായ ആക്രമണവും ചെറുത്തുനിൽപ്പും ഇറാൻ തുടരുകയാണ്. ഇതിന് ഇരയാവുന്നത് ഇസ്രായേൽ മാത്രമല്ല, UAE-യും സൗദിയും കുവൈറ്റുമൊക്കെയാണ്. എണ്ണപ്പാടങ്ങളിലേക്ക് പോലും അഗ്നി പടരുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇറാൻ മിസൈലുകൾ തൊടുക്കുന്നു. ഇതോടുകൂടി ഇസ്രായേലും അമേരിക്കയും പ്രകോപിതരായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. റിവർ ഓഫ് ഫയർ എന്നാണ് ഇന്നലത്തെ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത്. ഇറാനിൽ തുരുതരെ ബോംബ് വീഴുകയായിരുന്നു. ഇറാന് പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വ്യോമാക്രമണമുണ്ടായി. ഇറാന്റെ വ്യോമസേന ഹെഡ്ക്വാർട്ടേഴ്സ് തച്ചുടച്ചു. ഇറാൻ നഗരത്തിൽ കറുത്ത പുക മാത്രമാണ് ഉയർന്നു വരുന്നത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇറാന്റെ എണ്ണപ്പാടങ്ങളെല്ലാം ഇപ്പോൾ ഇസ്രായേൽ സേന തകർത്തുകൊണ്ടിരിക്കുന്നു. അമേരിക്ക പിന്നാമ്പുറത്തേക്ക് മാറി കാഴ്ച കാണുമ്പോൾ ഇസ്രായേൽ അതിശക്തമായി തിരിച്ചടിക്കുകയും ഇറാനിൽ എങ്ങും നരകം സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് വാസ്തവം. സൗദിക്കും UAE-ക്കും നേരെ ഇറാൻ ആക്രമണം കടുപ്പിക്കുമ്പോൾ അതിൻ്റെ 10 ഇരട്ടി വേഗതയിലാണ് ഇറാന് നേരെ, ടെഹ്റാന് നേരെ ഇസ്രായേൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത വിധത്തിൽ വലിയ തോതിൽ ബോംബാക്രമണം നടക്കുന്നെന്നും ഇറാൻ ടെഹ്റാൻ നഗരം വെണ്ണീറായിക്കൊണ്ടിരിക്കുന്നു എന്നുമാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടയിൽ ഇസ്രായേൽ അവകാശപ്പെട്ടിരിക്കുന്നത് ഇറാന്റെ ഇപ്പോഴത്തെ സൈനിക മേധാവിയായ അബു അൽ ഖാസം ബബ്യാൻ കൊല്ലപ്പെട്ടുവെന്നാണ്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഏറ്റവും പുതിയ സൈനിക മേധാവിയും കൊല്ലപ്പെട്ടതോടെ ഇറാൻ പ്രതിരോധത്തിലായിരിക്കുന്നെന്നും ഇറാൻ അധികകാലം മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു. മാത്രമല്ല, ലെബനോനിൽ നടക്കുന്ന യുദ്ധം മൂർച്ഛിക്കുകയാണ്.
ലെബനോനിൽ ഇതിനോടകം ഏതാണ്ട് 500ഓളം പേർ കൊല്ലപ്പെട്ടെന്ന് ലെബനോൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. 2 ഇസ്രായേലി സൈനികർ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇറാന്റെ 5ഓളം ഉയർന്ന കമാൻഡോമാർ ലെബനനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഇസ്രായേൽ സേന പറയുന്നു. അതായത് ഇസ്രായേൽ ഒരേ സമയം ലെബനോനിൽ ആക്രമണം അഴിച്ചുവിടുമ്പോൾ തന്നെ തെഹ്റാനെ നരകതുല്യമാക്കി മാറ്റി തെഹ്റാന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. തെഹ്റാനിലെ ഇറാന്റെ വ്യോമസേന ആസ്ഥാനം ഇന്നലെ പരിപൂർണമായി നശിപ്പിച്ചു എന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ഇസ്രായേൽ ഇതിനോടകം ഏതാണ്ട് 3400 ആക്രമണങ്ങൾ ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തി എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഇറാന് എണീറ്റ് നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ തച്ചുടച്ചിരിക്കുന്നു ഇസ്രായേൽ സേന എന്നർത്ഥം. ഇതിനിടയിൽ അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധം വഷളാവുകയും അത് പരിഹരിക്കാനുള്ള ശ്രമം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഏറ്റെടുക്കുകയും ചെയ്തു. സ്റ്റാർമർ ട്രംപിനെ വിളിച്ച് പിന്തുണ പ്രഖ്യാപിക്കുകയും സഹായം വേണമെങ്കിൽ പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആരുടെയും സഹായം ഇനി വേണ്ട, ഞങ്ങൾ ഇതിനോടകം യുദ്ധം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇതിനിടയിൽ ഇറാൻ പുതിയ സുപ്രീം ലീഡറെ തെരഞ്ഞെടുത്തു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആരാണ് പുതിയ സുപ്രീം ലീഡർ എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അയത്തുള്ള അലി ഖൊമേനിയുടെ മകനെ സുപ്രീം ലീഡറായി തെരഞ്ഞെടുത്തു എന്ന വാർത്ത നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാൻ സ്ഥിരീകരിച്ചിരുന്നില്ല. ഇപ്പോഴും ആരാണ് പുതിയ സുപ്രീം ലീഡർ എന്ന് പറയാതെ സുപ്രീം ലീഡറെ തെരഞ്ഞെടുത്തെന്നും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഇപ്പോൾ യുദ്ധം നയിക്കുന്നത് എന്നും ഇറാൻ സമ്മതിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്, ആരാണെങ്കിലും ശരി, അവൻ്റെ അന്ത്യദിനം അടുത്തിരിക്കുന്നു, അവസാന നാളുകൾ എണ്ണിക്കോളൂ, ഞങ്ങൾ വകവരുത്തുമെന്നാണ്. അതുകൊണ്ടാവാം ഒരുപക്ഷെ ഇറാൻ ആരാണ് ലീഡർ എന്ന് പ്രഖ്യാപിക്കാത്തത്. പ്രഖ്യാപിച്ചാൽ ഉടൻ ഇല്ലാതാക്കാൻ ഇസ്രായേലും അമേരിക്കയും തീരുമാനമെടുത്തിരിക്കുന്നു, ട്രാക്ക് ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തൽക്കാലം പുതിയ സുപ്രീം ലീഡർ ആരെന്നു പോലും ഇറാനിയൻ ജനത അറിയാൻ പോകുന്നില്ല എന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ ആക്രമണത്തിൽ സൗദിയിൽ 2 പേർ കൊല്ലപ്പെട്ടുവെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ തകരാറിലായിരിക്കുന്നു. ദോഹയിലും അബുദാബിയിലും ദുബായിലും ഒക്കെ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതിനുള്ള വിമാന സർവീസ് നടക്കുന്നുണ്ടെങ്കിലും സാധാരണ വിമാന സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നവർക്ക്, ഗൾഫിലേക്ക് മടങ്ങേണ്ടവർക്ക് ഇപ്പോഴും അവസരം ഒരുങ്ങുന്നില്ല. ഗൾഫിലെ പ്രതിസന്ധി തുടരുകയാണ്. ഇറാൻ അവരുടെ പ്രത്യാക്രമണം വ്യാപിപ്പിച്ചതോടെ അമേരിക്കയും ഇസ്രായേലും കൂടുതൽ ശക്തിയോടുകൂടി തിരിച്ചടിക്കുമ്പോൾ ഗൾഫിലെ പ്രതിസന്ധിക്ക് എന്ന് പരിഹാരമുണ്ടാവും എന്ന് ഒരു നിശ്ചയവുമില്ല. യുദ്ധാന്തരീക്ഷം ഒട്ടും അയവില്ലാതെ തുടരുകയാണ്. ഇറാനിലേക്ക് കാലാൾപ്പടയെ അയക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. വ്യോമാക്രമണം തുടരുമെന്നും ഇറാന്റെ പ്രതിരോധ നിര അവസാനിക്കുന്നതുവരെ ബോംബിട്ടുകൊണ്ടിരിക്കുമെന്നും അത്രയും കാലം സൗദിയിലും ഖത്തറിലും കുവൈറ്റിലും ബഹ്റൈനിലും UAE-യിലുമൊക്കെ ഇപ്പോഴത്തെ പ്രതിസന്ധി തുടരുമെന്നുമാണ് റിപ്പോർട്ടുകൾ. എന്ന് വെച്ചാൽ ഗൾഫ് യുദ്ധം ഉടനെങ്ങും അവസാനിക്കുന്ന സാഹചര്യമില്ല. പശ്ചിമേഷ്യൻ്റെ GCC രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ അടക്കമുള്ളവർക്ക് ശ്വാസം അടക്കി പിടിച്ച് ഇനിയും കുറച്ചു കാലം കൂടി കഴിയേണ്ടി വരും. എന്നാൽ അവരെല്ലാം തൽക്കാലം സുരക്ഷിതരാണ്. അതാത് രാജ്യങ്ങൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കിയാണ് മുമ്പോട്ട് പോകുന്നത്. സാധാരണ നിലയിലേക്ക് കാര്യങ്ങളെത്താൻ സമയമെടുക്കുമെന്ന് മാത്രം.